നല്ല ഉടുപ്പ് കേട്ടോ. ഇതമ്മമ്മ തുന്നലിൽ തച്ചതായി. ആണോ? തുന്നലിൽ ഇങ്ങനെ തച്ചാണ്. ഓ അങ്ങനെയാണല്ലേ. ആ മാല ആര് തന്ന? മാല തുന്നാൻ പറ്റില്ല. മാല തുന്നാൻ പറ്റിയില്ല. തുന്നാൻ പറ്റിയില്ലേ? പറ്റില്ല. പറ്റില്ല. അപ്പൊ ഈ മാല എവിടെ നിന്ന് കിട്ടി? മാല വാങ്ങിയത്. കൊള്ളാലോ. അതെ, ഞാൻ തുന്നലിന്റെ കഥ പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ നമ്മൾ കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇത് കുറെ ഗവേഷണങ്ങൾക്കൊടുവിൽ ബാബുസ്വാമിയുമായിട്ടുള്ള ഡിസ്കഷനൊടുവിൽ എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണിത്. ബാബുസ്വാമിയുടെ പേര് ഇതെന്തിനാ? ഇത് നിങ്ങൾക്ക് പറ്റുമോ? ഏത്? എങ്ങനെ? എല്ലാരും ആക്കിക്കോ. ഇങ്ങനെ എടുത്തു. നോക്കി തൊട്ടു. അയ്യോ MJ ഞങ്ങള് തെറ്റ് ഇപ്പുറത്തായി ചെയ്തു. എന്റെ കൈ MJ ഞങ്ങൾ ചെയ്തത് ശരിയല്ലേ? Cheating ആയിപ്പോയി. ചിരി. ചീറ്റിംഗ് ആയിപ്പോയി. MJ ഞങ്ങളടുത്ത് പ്രതീക്ഷിച്ചില്ല. കറക്റ്റാ? ആ മധു uncle Cheating ആയിപ്പോയി. cheat ചെയ്തു. ആ ചീറ്റി. ചെറിയ ചീറ്റ് ചെയ്തോ? ചെറിയ ചീറ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല. ആ. പഠിച്ചെടുത്തു. പഠിച്ചെടുത്തു. ഞങ്ങള് full ആയിട്ട് cheat ചെയ്താൽ പഠിക്കാൻ പാടില്ല. ഐ എം സോറി. കഷ്ടം. ഇത്രയും കള്ളത്തിലുള്ള ഒരു മനുഷ്യൻ. അത് പ്രതീക്ഷിച്ചില്ല അവള്. മീനുട്ടി എന്താ ചോദിക്കട്ടെ? ചോദ്യം? ചോദിക്കട്ടെ. ഞാൻ ഇപ്പൊ തയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറി ഉള്ളത്. അതായത് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഥയുള്ളത് അവരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ്? എനിക്ക് തന്നെ അതിന്റെ ഉത്തരവാദിത്തം ചിരി വരുന്നുണ്ട്. ത്രെഡ് ഉള്ളോണ്ട്. അതെ, ത്രെഡ്. എങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ കിട്ടി. എന്നാലും അതൊരു ബ്രില്യൻസ് തന്നെ. ഏറ്റവും കൂടുതൽ ത്രെഡ് ഉള്ളത് അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് കേട്ടോ.